ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഇത് ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ്. സെൻട്രൽ ഗവൺമെന്റ് വേക്കൻസീസ് ആണ്. ഏകദേശം 400ഓളം വേക്കൻസീസ് ഉണ്ട്. 10ാം ക്ലാസ് മുതൽ MD PhD വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, വിളിച്ചിരിക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ്. ഓക്കെ, ഇവരാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസസ്. ഓക്കെ, അപ്പൊ ഇതിലെ വേക്കൻസീസ് ആണ് നമ്മൾ അറിയിക്കാനുള്ളത്. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ പറയാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. അതിനുള്ള മറ്റു കാര്യങ്ങളെല്ലാം കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഓക്കെ, അപ്പം ഇത് കാണുന്നവർ തീർച്ചയായിട്ടും, ഈ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും അത് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ടീച്ചിങ്, നോൺ ടീച്ചിങ്, അതർ പോസ്റ്റുകൾ നിങ്ങളുടെ അടുത്തേക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലൈക്ക് പോലെയൊക്കെ തന്നെ ഹൈപ്പ് പോലുള്ള ഒരു ഓപ്ഷൻസ് ഇതിലുണ്ട്. അത് നിങ്ങൾക്ക് ഓൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കോഴ്സസുകൾ, ടീച്ചിങ് ലെവലുള്ള, നോൺ ടീച്ചിങ് ലെവലുള്ള കോഴ്സസുകളെല്ലാം അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന 77 36 75 0473 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കാവുന്നതാണ്. ഇപ്പോൾ ആയിരിക്കുന്ന അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ ഫിഷറീസ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കേട്ടിട്ട് ടിന്റെ അഡ്മിഷൻ, പിന്നെ അതുപോലെ തന്നെ KVS, NVS, EMRS, AES പോലുള്ള ടീച്ചിങ് ലെവലിന്റെ എല്ലാ ബാച്ചുകളും അവൈലബിൾ ആണ്. ജനറൽ പ്ലസ് സബ്ജക്ട് ബാച്ചുകളെല്ലാം തന്നെ അവൈലബിൾ ആണ്. TET ബാച്ചും അവൈലബിൾ, ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ബാച്ചും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റഡ് പോസ്റ്റ് ബാച്ചും അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പം താല്പര്യമുള്ളവർക്ക് വിളിച്ച് അന്വേഷിച്ച് അല്ലെങ്കിൽ ആ പറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഫീസും സ്ട്രക്ചറും. അതുപോലെ തന്നെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയും ക്ലാസ് ഓൺ ചെയ്തിരിക്കുകയും ചെയ്യുന്ന ബാച്ച് RRB ടീച്ചറിൻ്റെതാണ്. അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ്, അപ്പൊ ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ 10ാം ക്ലാസ് മുതൽ PhD MD വരെ ഉള്ളവർക്ക് വേണ്ടിയുള്ള പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഡേറ്റ് എന്താണെന്നും വിളിച്ചു തുടങ്ങിയെന്നാണെന്നും ലാസ്റ്റ് ഡേറ്റ് എന്താണെന്നും അതിന്റെ അത്യാവശ്യം വേണ്ട റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ബാക്കി നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുത്ത് നോക്കുക. അപ്പൊ ഇതിൽ കയറിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു അഡ്രസ് CCRAS.nic.in എന്നും പറഞ്ഞ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ വേക്കൻസീസ് വരും ഇവിടെ. ഓക്കെ, ഇതാ ഇവിടെ ഇങ്ങനെ വരും. ഫസ്റ്റിലായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഓഗസ്റ്റ് 1 പബ്ലിഷ് ആക്കിയിരിക്കുന്ന ഡീറ്റെയിൽഡ് റിക്രൂട്ട്മെന്റ് അഡ്വർടൈസ്മെന്റ് നമ്പർ 4/2025. ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ വേരിയസ് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റ്. 3 കാറ്റഗറിയിലേക്കും വിളിച്ചിട്ടുണ്ട്. എയും ബിയും സിയും. ഗ്രൂപ്പ് എയും, അതായത് ഗസറ്റഡ്, നോൺ ഗസറ്റഡ്, അങ്ങനെ. സി എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് MDS പോലുള്ള ലാസ്റ്റ് കീഴിലുള്ള പോസ്റ്റുകളാണ്. ഓക്കെ, അതിനൊക്കെ ധാരാളം വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാഹചര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഫീസൊക്കെ വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പൊ അതിന്റെ വേക്കൻസി നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. ഇതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് കിട്ടും. അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാവുന്നതാണ്. നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോവുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഡൗൺലോഡ് ആയി വരും. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡൗൺലോഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ്, അഡ്വർടൈസ് നമ്പർ 4/2025, വേക്കൻസി അനൗൺസ്മെന്റ്. ഓക്കെ, അപ്പൊ അതില് വിശദമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഫീ പേയ്മെന്റും ലാസ്റ്റ് ഡേറ്റ് ഓഫ് ക്ലോസിംഗ് പേയ്മെന്റ് ആപ്ലിക്കേഷൻ 31, ഈ മാസം 31 വരെയാണ് ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ്. പിന്നെ മോഡിഫിക്കേഷൻ വിൻഡോ ഓൺ ആവുന്നത് 3 സെപ്റ്റംബർ 2025 ക്ലോസിംഗ് ഡേറ്റ് 5th, അത് മോഡിഫിക്കേഷൻ കേട്ടോ. ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 31 ഓഗസ്റ്റ് 31 ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, എല്ലാത്തരം പോസ്റ്റുകളും ഉണ്ട്. ഞാൻ ഓരോ പോസ്റ്റുകളായിട്ട് ജസ്റ്റ് വായിച്ചു പോകാം. റിസർച്ച് ഓഫീസർ പത്തോളജി, അതില് ഒരു പോസ്റ്റ് ആണ്, അൺറിസർവ്ഡ് ആണ്. റിസർച്ച് ഓഫീസർ ആയുർവേദ 15 പോസ്റ്റ് ആണ്. ഓക്കെ, ആ 15 പോസ്റ്റില് എല്ലാത്തരം റിസർവേഷൻകാർക്കും ഉണ്ട്. അൺറിസർവ്ഡ് 5 ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ആണ്, ഫാർമക്കോളജി. അതില് 4 പോസ്റ്റ് ആണ്.
അതുപോലെ സ്റ്റാഫ് നഴ്സ് പ്രത്യേകം കേൾക്കുക. സ്റ്റാഫ് നഴ്സിന്റെ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. 14 പോസ്റ്റാണ്. SC 1, ST 2, OBC 4, EWS 1, അൺറിസർവ്ഡ് 7 എണ്ണം ഉണ്ട്. BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM മതി കേട്ടോ. ഓക്കെ, നഴ്സിംഗ് പഠിച്ച സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക. അടുത്തത് അസിസ്റ്റന്റ് ഗ്രൂപ്പ് ബി 13 പോസ്റ്റ്. ഓക്കെ ഓക്കെ, ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എനി ഡിഗ്രി ആണ് ആ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസ്ലേറ്റർ ഹിന്ദി അസിസ്റ്റന്റ് ഗ്രൂപ്പ് ബി ആണ്, 2 പോസ്റ്റ് ആണ്. നെക്സ്റ്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ അത് മെഡിക്കൽ ലാബോറട്ടറി സയൻസ് മീൻസ് ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 15 പോസ്റ്റ് ആണ് അത് വിളിച്ചിരിക്കുന്നത്. അൺറിസർവ്ഡ് 7 പോസ്റ്റ് ഉണ്ട്. അതുപോലെ ഇനി അടുത്ത ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്. അതിൽ റിസർച്ച് അസിസ്റ്റന്റ് കെമിസ്ട്രി 5 പോസ്റ്റ്, റിസർച്ച് അസിസ്റ്റന്റ് ബോട്ടണി 5 പോസ്റ്റ്, അടുത്ത റിസർച്ച് അസിസ്റ്റന്റ് ഫാർമക്കോളജി 1 പോസ്റ്റ്. ഓക്കെ, അപ്പൊ കെമിസ്ട്രിയും ബോട്ടണിയും ഒക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ റിസർച്ച് അസിസ്റ്റന്റ് ഓർഗാനിക് കെമിസ്ട്രി 1 പോസ്റ്റ്, റിസർച്ച് അസിസ്റ്റന്റ് ഗാർഡൻ 1 പോസ്റ്റ്, അത് OBC ആണ്. റിസർച്ച് അസിസ്റ്റന്റ് ഫാർമസി ഗ്രൂപ്പ് സി 1 പോസ്റ്റ്, സ്റ്റെനോഗ്രാഫർ 10 പോസ്റ്റ് ഉണ്ട്. അൺറിസർവ്ഡ് 6 പോസ്റ്റ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രൂപ്പ് സി 2 പോസ്റ്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക് UD ക്ലർക്ക് ശ്രദ്ധിക്കുക, UD ക്ലർക്ക് 39 പോസ്റ്റ് ആണ് കേട്ടോ. ജസ്റ്റ് ഡിഗ്രി മാത്രം മതി. ഓക്കെ, എനി ഡിഗ്രി, ജസ്റ്റ് ഡിഗ്രി മാത്രം മതി, എനി ഡിഗ്രി ആണ്. ഓക്കെ, അത് അൺറിസർവ്ഡ് 17 പോസ്റ്റ് ഉണ്ട് കേട്ടോ. അൺറിസർവ്ഡ് 17 പോസ്റ്റ് ഉണ്ട്. സ്റ്റെനോഗ്രാഫർ 2 14 പോസ്റ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC 37 പോസ്റ്റ് ആണ്. ഓക്കെ, അൺറിസർവ്ഡ് 14 പോസ്റ്റ് ആണ് കേട്ടോ. അൺറിസർവ്ഡ് അത് +2 ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. ഓക്കെ, അത് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം കേട്ടോ. ഇംഗ്ലീഷ് ഓർ ഹിന്ദി 35 വേർഡ്സ് പെർ മിനിറ്റിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അതുപോലെ ഫാർമസിസ്റ്റ് 12 പോസ്റ്റ്, അതുപോലെ തന്നെ ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ 1 പോസ്റ്റ്, അതുപോലെ ലൈബ്രറി ക്ലർക്ക് ഗ്രൂപ്പ് സി 1 പോസ്റ്റ്. ഓക്കെ, +2 ആണ്. ലൈബ്രറി സയൻസ് കാർക്ക് അപ്ലൈ ചെയ്യാം. +2 ഉള്ള ലൈബ്രറി സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് 27 വയസ്സാണ്. ഓക്കെ, അത് നെക്സ്റ്റ് ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് അത് 1 പോസ്റ്റ്, അതുപോലെ തന്നെ ലബോറട്ടറി അറ്റൻഡന്റ് 9 പോസ്റ്റ്, സെക്യൂരിറ്റി ഇൻചാർജ് 1 പോസ്റ്റ്, ഡ്രൈവർ 5 പോസ്റ്റ്. അടുത്തത് MDS ആണ് കേട്ടോ. MDS ആണ്. ജസ്റ്റ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ IT ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITA പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ 10ാം ക്ലാസ്, IT അല്ലെങ്കിൽ 10ാം ക്ലാസ് ആണ് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. അതിൽ മൊത്തം 107 പോസ്റ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് ഗ്രേഡ് MDS മൾട്ടി ടാസ്കിംഗ് പോസ്റ്റ് 107 പോസ്റ്റ് ഉണ്ട്. അതിൽ പല കാറ്റഗറി ഉണ്ട്. അറ്റൻഡന്റ് ഉണ്ട്, പഞ്ചകർമ്മ അറ്റൻഡന്റ് ഉണ്ട്, ഫാർമസി അറ്റൻഡന്റ് ഉണ്ട്, ഡ്രസ്സർ ഉണ്ട്, കുക്ക് ഉണ്ട്, വാർഡ് ബോയ് ഉണ്ട്, വാർഡ് ആയ ഉണ്ട്, അനിമൽ അറ്റൻഡന്റ് ഉണ്ട്, മെഷീൻ റൂം അറ്റൻഡന്റ് ഉണ്ട്. അങ്ങനെ മൊത്തത്തില് 107 പോസ്റ്റ് ആണ് ഇതിൽ വരുന്നത്, MDS വരുന്നത്. നെക്സ്റ്റ് അടുത്തതിലേക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഗ്രൂപ്പ് സി 72 പോസ്റ്റ്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് ആണ് യോഗ്യത. 10th ആണ് യോഗ്യത എന്ന് പറയുന്നത്. അതില് 179 പോസ്റ്റില് 83 എണ്ണം അൺറിസർവ്ഡ് ആണ്, ബാക്കി റിസർവേഷൻ ആണ്. ഓക്കെ ഓക്കെ, അപ്പം മൊത്തം 172ഉം 172ഉം 179 പോസ്റ്റ് മൾട്ടി ടാസ്കിംഗിലേക്ക് വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പിന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതിന്റെ തരംതിരിവുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും പോസ്റ്റുകളാണ്. പിന്നെ ഓരോന്നിന്റെ എക്സാമിന്റെ കാറ്റഗറിയും ലാംഗ്വേജ് സ്കില്ലിന്റെ കാര്യവും ടൈപ്പ് റൈറ്റിന്റെ കാര്യവും ഒക്കെ സ്റ്റെനോഗ്രാഫറിനാണ് അത് വരുന്നത്, കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എടുത്തു പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജസിലൂടെയോ കമന്റ് സെക്ഷനിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായും ചോദിക്കാം. സംശയങ്ങൾ തീർത്തു തരുന്നതായിരിക്കും. ഓക്കെ, സമയം കൂടുതലാവെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓരോന്നിന്റെയും സിലബസ് സെപ്പറേറ്റ്, സിലബസ് വൈസ് മാർക്ക് വൈസ് കൊടുത്തിട്ടുണ്ട് ഓരോ എക്സാമിന്റെയും. ഓക്കെ, അതില് എല്ലാത്തിന്റെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ള സിലബസ് കറക്റ്റ് എല്ലാത്തിന്റെയും പക്കയായിട്ട് സിലബസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, MDSന്റെ ഒക്കെ സിലബസ് കൊടുത്തിട്ടുണ്ട്. MDS 70 മാർക്കിന് ആസ് പെർ ദ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മൾട്ടി ടാസ്കിംഗ് SSCയുടെ മൾട്ടി ടാസ്കിങ്ങിന്റെ സിലബസ് തന്നെയാണ്. പിന്നെ GK ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ റീസണിംഗ് ഉണ്ട്, മാത്സ് ഇല്ല, വർക്കിംഗ് നോളജ് അതായത് കമ്പ്യൂട്ടർ ഉണ്ട്, IT ഉണ്ട് 10 മാർക്കിന്. ഓക്കെ, അതാണ് MDSന്റേത്.
പിന്നെ അതിന്റെ ഫീസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട ഈ PhD-കാർക്ക് MD-കാർക്ക് ഉള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫീസ് 500 ആണ് ഫീസ്. ഓക്കെ, അത് SC, ST, PWD, EWS, വുമൺ കാൻഡിഡേറ്റ്സ് പ്രത്യേക കാര്യം ഓർക്കുക, വുമൺ സ്ത്രീകൾക്ക് ഫീസ് ഇല്ല കേട്ടോ. സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഒന്നിലും തന്നെ ഫീസ് ഇല്ല. ബാക്കിയുള്ളതിനൊക്കെ വളരെ ചുരുക്കം ഫീസാണ്. നമ്മൾ സാധാരണ പറഞ്ഞ LD-ക്കും UD-ക്കും ലാസ്റ്റ് ഗേഡിനൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് 200ഉം 500ഉം ഒക്കെ ഫീസേ ഉള്ളൂ. 100ഉം 200ഉം ആണ് കേട്ടോ. ലാസ്റ്റ് ഗേഡിനൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് 100, 200ഉം ഫീസൊക്കെയാണ് ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ലേഡീസിന് ഫീസ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഫീസ് ലേഡീസിന് SC, ST കമ്മ്യൂണിറ്റിക്കെന്നും PWD കാൻഡിഡേറ്റ്സ് EWSനൊന്നും നിങ്ങൾക്ക് ഫീസ് ഇല്ല. പിന്നെ 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 ഉള്ളത് പിന്നെ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരാനുള്ളത് അത്യാവശ്യമായിട്ട് പറഞ്ഞു തരാനുള്ള കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്കത് നോക്കണോ വേണ്ടേ എന്ന് അറിയുന്നതിന് വേണ്ടി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് എക്സാമിനേഷൻ സെന്റർ ആണ്. ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്ത് തന്നെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞിട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാകാത്തവർ വിളിച്ച് ചോദിക്കുക. ഇതെല്ലാം ഫുള്ള് വായിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ടാണ് നിർത്തുന്നത്. നമ്മുടെ എക്സാമിനേഷൻ സെന്റേഴ്സ് അഹമ്മദാബാദ്, നമുക്കാണെങ്കിൽ അടുത്ത് ബാംഗ്ലൂർ ഉണ്ട്, ബാംഗ്ലൂർ എക്സാമിനേഷൻ സെന്റർ ഉണ്ട്, ചെന്നൈ ഉണ്ട്. നമുക്ക് അടുത്ത് വരുന്ന സ്ഥലങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് കേരളീയർക്ക് മീൻസ് കേരളത്തിലുള്ളവർക്ക് അടുത്ത് വരുന്നത് ഒന്ന് ബാംഗ്ലൂര്, രണ്ടാമത്തത് ചെന്നൈ, പിന്നെ കൊൽക്കത്ത, ലക്നൗ, ന്യൂഡൽഹി, വേറെ ഇല്ല. പിന്നെ പോണ്ടിച്ചേരി ഉണ്ട് കേട്ടോ. പോണ്ടിച്ചേരി ഉണ്ട്, പോർട്ട് ബ്ലെയർ, പ്രയാഗ്രാജ്, പൂനെ, റായ്പൂർ, റാംജി. ഒരു കാര്യം ഓർക്കുക, ഏറ്റവും അടുത്ത് ചെന്നൈയും ബാംഗ്ലൂരും അല്ല, തിരുവനന്തപുരവും കൊച്ചിയും ഉണ്ട് കേട്ടോ. ഒരു കാര്യം ഓർക്കുക, തിരുവനന്തപുരവും കൊച്ചി എക്സാമിനേഷൻ സെന്റർ ഉണ്ട്. ഓക്കെ, തിരുവനന്തപുരം ആൻഡ് കൊച്ചി എക്സാമിനേഷൻ സെന്റർ ഉണ്ട്. അപ്പൊ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോളൂ. വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ. നമ്മൾ സാധാരണ പഠിക്കുന്ന നിങ്ങൾക്ക് PSCയിലൊക്കെ പഠിക്കുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ധാരാളം പോസ്റ്റ്, ഏകദേശം 400ഓളം പോസ്റ്റുകൾ ഉണ്ട്. ഞാൻ കാണിച്ചു തന്നതാണ് ഓരോന്നിനും. അപ്പൊ നഴ്സിംഗിന് പഠിച്ചിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ലാസ്റ്റ് ഗേഡ് പഠിച്ചിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, UD ക്ലർക്കിന് അപ്ലൈ ചെയ്യാം. LDക്ക് മാത്രം ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് വേണം. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ആ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിലെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷ് ഓർ ഹിന്ദി 35 വേർഡ്സ് പെർ മിനിറ്റ് വേണം. അത് നമുക്ക് നേടാവുന്നേ ഉള്ളൂ, ഒരാഴ്ച കൊണ്ടൊക്കെ പഠിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവര്, ക്വാളിഫിക്കേഷൻ ഉള്ളവര് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള വേക്കൻസികൾ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള ടീച്ചിങ് പോസ്റ്റുകളിലെയും നോൺ ടീച്ചിങ് പോസ്റ്റുകളിലെയും കോഴ്സുകൾക്ക് വേണ്ടി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക. അതായത് സ്കൂൾ ബേസിൽ KVS, NVS, CMRS, IES ഇപ്പം ഈ മാസം തന്നെ ധാരാളം പോസ്റ്റുകൾ നോൺ ടീച്ചിങ് അതിലുണ്ട്. UD ക്ലർക്ക് ഉണ്ട്, LD ക്ലർക്ക് ഉണ്ട്, അതുപോലെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഉണ്ട്. ഈ 3 പോസ്റ്റുകളും +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ വിളിച്ചു ചോദിക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.